ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലാറാവൽ കൺട്രോളറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ലാറാവൽ ഒരു MVC പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്കാണ് നമുക്കറിയാം. അതിൽ മോഡൽ വ്യൂവും കഴിഞ്ഞ വീഡിയോകളിൽ നാം പറഞ്ഞതായിരുന്നു. ഇന്ന് നമ്മൾ കൺട്രോളിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. കൺട്രോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഫങ്ഷൻസ്, അതായത് നമ്മുടെ ഒരു സൈറ്റിൽ ലാറാവൽ ഒരു സൈറ്റിൽ നമ്മൾക്ക് എന്തൊക്കെ ഫങ്ഷൻസ് ആണോ വേണ്ടത് ആ ഫങ്ഷൻസ് ഒക്കെ എഴുതുന്നത് നമ്മൾ മോഡൽ ഈ കൺട്രോളറിലാണ്. നമുക്ക് കൺട്രോളർ എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യാന്ന് നോക്കാം. അതിനാദ്യം കമാൻഡിൽ PHP ആർട്ടിസൻ മേക്ക് കൺട്രോളർ, പിന്നെ നമ്മുടെ കൺട്രോളർ നെയിം കൊടുക്കണം. ഞാനിവിടെ സ്റ്റുഡന്റ് കൺട്രോളർ എന്ന് പറഞ്ഞിട്ട് കൺട്രോളറാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സ്റ്റുഡന്റ് കൺട്രോളർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ലാറാവൽ പ്രൊജക്റ്റിനകത്ത് ആപ്പിനകത്ത് HTTP എന്ന ഫോൾഡറിനകത്ത് കൺട്രോളേഴ്സ് എന്നുള്ള ഫോൾഡർ ഉണ്ടാകും. അതിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റുഡന്റ് കൺട്രോളർ എന്നുള്ള കൺട്രോളർ വന്നിട്ടുണ്ടാവും. കണ്ടില്ലേ, സ്റ്റുഡന്റ് കൺട്രോളർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നോർമലി ഒരു കൺട്രോളർ ഉണ്ടാവുക. ഇനി നമുക്ക് റിസോഴ്സ് കൺട്രോളർ കൂടി നോക്കാം. റിസോഴ്സ് കൺട്രോളർ എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമുക്കൊരു CRUD ഓപ്പറേഷൻസ്, അതായത് ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്, ഇതിനൊക്കെ നമ്മൾ പ്രത്യേകം ഫങ്ഷൻസ് എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. കൺട്രോളിനകത്ത് നമ്മൾ റിസോഴ്സ് കൺട്രോളർ വെച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് ഈ ഫങ്ഷൻസ് ഒക്കെ കൺട്രോളറിനകത്ത് വന്നിട്ടുണ്ടാവും. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് നമുക്ക് നോക്കാം. അത് സെയിം കോഡ് തന്നെ കൊടുത്താൽ മതി. ഓൾറെഡി സ്റ്റുഡന്റ് കൺട്രോളർ ഉള്ളത് കൊണ്ട് ഞാൻ നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കാണ്. എംപ്ലോയി കൺട്രോളർ ആണ് കൊടുത്തത്. അത് കഴിഞ്ഞ് സ്പേസ് ഇട്ട് ഹൈഫൺ റിസോഴ്സ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, കൺട്രോളർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിവിടെ ഡബിൾ ഐഫൺ ഇടാത്തത് കൊണ്ടാണ് നേരത്തെ എറർ വന്നത്. ഓക്കെ, നമുക്ക് ഇനി റിസോഴ്സ് കൺട്രോളറിന്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത എംപ്ലോയി കൺട്രോളർ. ഇത് റിസോഴ്സ് കൺട്രോളർ ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് കണ്ടില്ലേ, ഇൻഡെക്സ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല ഓരോ ഫംഗ്ഷനും. അതേപോലെ തന്നെ ക്രിയേറ്റ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്, സ്റ്റോർ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റോർ ഫംഗ്ഷൻ നമ്മൾ ആ ഡാറ്റാബേസിലോട്ടേക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള ഫംഗ്ഷൻ ആണ്. അത് ഇവിടെയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അതുപോലെ തന്നെ ഷോ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു പെർട്ടിക്കുലർ ഐഡിയിലുള്ള ആ ഒരു റോയിലെ കണ്ടന്റ്സ്, ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരാനാണ് നമ്മൾ ഷോ കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ എഡിറ്റ് വന്നിട്ടുണ്ട്. എഡിറ്റ് ഫംഗ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്ഡേറ്റ് ഫംഗ്ഷനും ഡിലീറ്റ് ഫംഗ്ഷനും കൊടുത്തിട്ടുണ്ട്. ഡിസ്ട്രോയ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ ഡിലീറ്റ് ഫംഗ്ഷൻസ് എഴുതാൻ പോകുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ടെംപ്ലേറ്റ്സിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, താങ്ക് യു.